ഇന്ന് നമ്മളെ ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുന്ന സ്റ്റിച്ചാട്ടോ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാവേ. ഇതുണ്ട്, ഇതുപോലൊരു 4 ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടോ, വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഈ 4 ലൈൻസിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഈ ആദ്യത്തെ ലൈനിൻ്റെ അവിടുന്ന് മൂന്നാമത്തെ ലൈനിൻ്റെ അങ്ങോട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് കൊടുക്കും. ഇത് കണ്ടോ, ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ ഇതുപോലൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുത്തു. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത പോലെ തന്നെ ഈ ആദ്യത്തെ ലൈനിൽ നിന്ന് രണ്ടാമത്തെ ഈ ലൈനില്ലേ, ആ ലൈനിലോട്ട് നമ്മളൊരു ചെറിയ സ്റ്റിച്ച് കൊടുക്കും. ഇത് കണ്ടോണേ, ഇതുപോലെ ഈ രണ്ടാമത്തെ ലൈനിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇത് കണ്ടോ, ഇതുപോലൊരു സ്റ്റിച്ച് കൊടുത്തു. ഇതാണ്ടേ ചെയ്തെടുത്തു കേട്ടോ. ഇത് കണ്ടോ, അന്നേരം ആദ്യത്തെ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് കിട്ടി, പിന്നെ ഷോർട്ട് കിട്ടി. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഇപ്പം മനസ്സിലായില്ലേ അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ അടുത്ത ലോങ് സ്റ്റിച്ച് കൊടുക്കും. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഷോർട്ട് സ്റ്റിച്ച് ചെയ്യും, പിന്നെയും വരുമ്പോൾ ഇങ്ങനെ ലോങ് സ്റ്റിച്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ട്, ഈ 4th ലൈൻ എന്തിനാണ്? അതിപ്പോൾ ഞാനിത് പറഞ്ഞു തരാം കേട്ടോ, എന്തിനാണെന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ട ഒരു ചീപ്പൊക്കെ ഇരിക്കുന്ന രീതിയിലല്ലേ, താഴെ കുറച്ച് ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ 4th ലൈന്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ലൈൻസ് ഇട്ടിങ്ങനെ കാണിച്ചത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റും. ഈ ലൈൻസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ലോങ് ചെയ്തതിൻ്റെ അവിടെയൊക്കെ ഷോർട്ട് ചെയ്തതിൻ്റെ അവിടെയൊക്കെ ലോങ് ചെയ്ത് നമ്മൾ ഈ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തെടുക്കും. ഇത് കണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4th ലൈന് ഞാൻ ഇട്ടത്. ഇത് കണ്ടോ, അതായത് മേളിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ താഴെ ചെയ്ത് കൊടുക്കും. അതായത് ലോങ്ങിൻ്റെ അവിടെ ഷോർട്ട് വരും, ഷോർട്ട് ചെയ്ത് കൊടുത്ത് ലോങ് വരും. ഇത് കണ്ടോ, ഇതുപോലെ. ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ പിന്നെ ഷോർട്ട് വരും, കാരണം ലോങ് സ്റ്റിച്ചല്ലേ അതിൻ്റെ മേളിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും, ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ ഫില്ലിങ്സിനൊക്കെ ഇത് നല്ല സ്റ്റിച്ചാട്ടോ, പെറ്റൽസൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ.